നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ പഞ്ചായത്ത് പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വൂർ സെന്ററിൽ വാഹനാപകടം. ഒരേ ദിശയിൽ വരികയായിരുന്ന ബൈക്കും സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. ചേർപ്പ് CN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിജയോത്സവവും അധ്യാപക രക്ഷാകർതൃ വാർഷിക പൊതുയോഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ പഞ്ചായത്ത് പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുകൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് നടക്കുന്നത്. കേരളമെമ്പാടും പരിശോധിച്ചാലറിയാം. നിങ്ങൾക്ക് തന്നെ എത്രയേറെ അവാർഡുകൾ ലഭ്യമായിട്ടുണ്ട് ഇതിനകം. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഒന്നാണ്. നമ്മൾ പൊതുവായിട്ടാണ് ആഘോഷിക്കുന്നത്. വ്യക്തിപരമായ ആഘോഷം, സ്കൂളിൽ മാത്രം നിൽക്കുന്ന ഒരു ആഘോഷമല്ല, ആദരവ് മാത്രം. നമ്മൾ ഈ പൊതുസമൂഹമാകെ ഒരുമിച്ച് നിന്ന് നമ്മുടെ കുട്ടികളെ ആദരിക്കും. കുട്ടികളെ മാത്രമല്ല, ആരാധരിക്കുകയാണെങ്കിൽ നമ്മുടെ പൊതുസമൂഹം ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടാണ് ആദരിക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് കേരള സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് മാറ്റം ഉണ്ടാവുന്നത്. മാറ്റം ഉണ്ടാവുന്നത് ആരുണ്ടായിരുന്നു കേരളത്തിൽ? ഒറ്റ കാര്യം പറയാം. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വിശന്നിട്ടാണ് പഠിച്ചിരുന്നത് ക്ലാസ്സുകളിൽ. വിശപ്പ് എന്ന് പറയുന്ന ആ ഒരു പദം പ്രധാനപ്പെട്ട പദമായിട്ട് കേരളത്തിലെ സ്കൂൾ വിദ്യാലയങ്ങൾ, കലാലയങ്ങളിലൊക്കെ കുട്ടികളെ അനുഭവിച്ച് വളർന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വിശപ്പ് രഹിതമായിട്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്കുമാണ് പ്രതിഭാ പുരസ്കാരം 2025 സമ്മാനിച്ചത്. വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി മുഖ്യാതിഥിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശശിധരൻ നടുവിൽ, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ജയൻ P നമ്പ്യാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ധ്യാകുട്ടൻ, PS നിഷ, പഞ്ചായത്ത് അംഗങ്ങളായ മദനമോഹൻ, സുബ്രഹ്മണ്യൻ, കവിത ജോസ്, രതിദേവി, സരിത വിശ്വം, രവീന്ദ്രനാഥൻ, KV പ്രിയ, VK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വൂർ സെന്ററിൽ വാഹനാപകടം. ഒരേ ദിശയിൽ വരികയായിരുന്ന ബൈക്കും സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. ബൈക്ക് യാത്രികൻ ഹെൽമറ്റ് ധരിച്ചതിനാൽ സാരമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. ചേർപ്പ് CN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിജയോത്സവവും അധ്യാപക രക്ഷാകർതൃ വാർഷിക പൊതുയോഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മണികണ്ഠൻ കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KB അജോഷ്, പ്രധാനാധ്യാപിക PM രജനി, PTA വൈസ് പ്രസിഡന്റ് AJ ഹരികുമാർ ഭട്ടതിരിപ്പാട്, MPTA പ്രസിഡന്റ് R ചന്ദ്രകല, NP സജി, PR പ്രശാന്ത്, KB മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പിൽ വെള്ളക്കെട്ട് മൂലം ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങൾ പ്രതിഷേധ ധർണ നടത്തി. മത്സ്യകൃഷി നടത്തുന്നവർ വെള്ളം ഒഴുക്കുന്ന ഓവുചാല് അടച്ചു വെച്ചിരിക്കുന്നത് മൂലമാണ് സമീപത്ത് വെള്ളക്കെട്ട് ഒഴിയാത്തതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്.
വെള്ളക്കെട്ട് നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം ചേനം തരിശുപടവിൽ മത്സ്യകൃഷി നടത്തുന്നതും ജൂബിലി കോൾപ്പടവ് കമ്മിറ്റി മീൻ ലേലം കൊടുക്കുകയും അതിന്റെ ഭാഗമായി ഹെൽബർട്ട് കനാലിലേക്ക് വെള്ളമൊഴുകുന്ന ഓവുചാൽ മീൻപിടുത്തക്കാർ അടച്ചുവെച്ചിരിക്കുന്നതും മൂലമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾ കനാൽ പ്രദേശത്തു നിന്നും തായംകുളങ്ങരയിലെ ജൂബിലി പടവ് ഓഫീസിലേക്ക് പ്രകടനം നടത്തി ഓഫീസ് ഉപരോധിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഓഗസ്റ്റ് 31 വരെ ലേലം മരവിപ്പിക്കാനും ഓവുചാൽ തുറക്കാനും തീരുമാനമായി. CPIM ചേർപ്പ് ലോക്കൽ സെക്രട്ടറി AV സഹദേവൻ, CPI ലോക്കൽ സെക്രട്ടറി PS സനന്ദ്, 17-ാം വാർഡ് മെമ്പർ സുനിത ജിനു, 18-ാം വാർഡ് മെമ്പർ നസീജ മുത്തലീഫ്, CPM നേതാവ് സജീർ MH എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ജൂബിലി പാടശേഖരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഓവുകൾ മത്സ്യകൃഷി നടത്തുന്നതിനായി അടച്ചിട്ടുണ്ടെന്ന പ്രചാരണം തെറ്റെന്ന് ജൂബിലി പാടശേഖര ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. തെറ്റിദ്ധാരണ പരത്തുന്നതിന് സാമൂഹ്യ വിരുദ്ധരുടെ കുപ്രചരണങ്ങളാണിതെന്നും ആക്ഷേപം. ജൂബിലി പാടശേഖരം മത്സ്യം ലേലം കൊടുത്ത് ഈ നാട്ടിലെ പാവപ്പെട്ട താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വെള്ളക്കെട്ടുണ്ടാക്കി അവരെ ദുരിതത്തിലേക്ക് ഇറക്കി വിടുന്നതിൻ്റെ ഒരു പ്രതിഷേധ ജാഥ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഇന്നലെ വന്നു. തികച്ചും തെറ്റായ വാർത്തയും തെറ്റായ പ്രവണതയാണത്. ജൂബിലി പടവിൻ്റെ ഒരു കഴകളോ ഒരു സ്ലൂയിസുകളോ ഞങ്ങൾ അടച്ചിട്ടില്ല. ഇന്നലെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജൂബിലി പടവിൻ്റെ കടയാറ്റി സ്ലൂയിസ് അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടാണ് പ്രചരിപ്പിച്ചിട്ടാണ് ഇന്നലെ RDOക്ക് വരെ അവർ കൊണ്ട് കാണിച്ചിട്ടുള്ളത്. അത് അടച്ചിട്ടില്ല. അത് വെറുതെ ഒരു ഫ്രെയിം മാത്രം, ഈ പലകെട്ട് അടയ്ക്കുന്നതിന് വേണ്ടി ഒരു ഫ്രെയിമുണ്ട്, അതായത് വല കിട്ടുന്നതിന് വേണ്ടി ഒരു ഫ്രെയിമാണത്. ആ ഫ്രെയിം കഴിഞ്ഞ കൊല്ലം മീൻ ലേലം കൊടുത്ത ടീം അവിടെ വെച്ചിട്ടുള്ള ഫ്രെയിമാണ്. ആ ഫ്രെയിം ഇന്ന് കാലത്ത് ഞങ്ങൾ എടുത്ത് ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രചാരണം പരത്തിക്കൊണ്ട് ഈ ക്യാമ്പിൽ കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാടശേഖര സമിതിക്കും കർഷകർക്കും എതിരെ ഒരു വിഭാഗം തിരിയാണ്. പിന്നെ ഇതിലൊരു പ്രത്യേകിച്ചൊരു കാര്യം, ഇതിലേറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മുത്തുള്ളിയാൽ തോപ്പ് ഭാഗത്ത് തെക്കുംപാടം ഭാഗത്തുള്ള ജനങ്ങളാണ്. കാരണം ഈ 3 സെൻറ്റും 4 സെൻറ്റും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ട് അവർക്ക് വലിയ മുകളിൽ വെള്ളം കയറാത്ത സ്ഥലങ്ങൾ മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ല. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന ലൈഫിൻ്റെ ആയാലും അതുപോലെ 4 ലക്ഷം രൂപ വീട് പണിയാൻ കൊടുക്കുന്നതായാലും ഈ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം കിട്ടുന്നത് എവിടെയാണ്, അവിടെ സ്ഥലം മേടിച്ച് വീട് പണിയും. അത് പാടശേഖരത്തിൻ്റെ സൈഡുകളിലും പറമ്പുകളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ പെയ്യുമ്പോൾ ഒരു വീടുകളിലേക്ക് വെള്ളം കയറും. അത് പാടശേഖര സമിതി ചാലുകളോ സ്ലൂയിസുകളോ അടച്ചിട്ടല്ല. ഇത് ഈ നിമിഷം വരെ പാടശേഖര സമിതിയുടെ ഒരു സ്ലൂയിസോ ചാലുകളോ അടച്ചിട്ടില്ല. മത്സ്യം പിടിക്കുന്നതിനായി കഴകൾ പടവ് കമ്മിറ്റി അടച്ചിരിക്കുന്നതായും ഇതുമൂലമാണ് മുത്തുള്ളിയാൽ തോപ്പ്, ഹെർബർട്ട് കനാൽ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ച മാസങ്ങളായി ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ GJB സ്കൂളുകളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ സംഘടിപ്പിച്ച് ഒരു വിഭാഗം ആളുകളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്ന് ജൂബിലി പാടശേഖര കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചിരുന്നു. വാസ്തവവിരുദ്ധമായ പ്രവർത്തനങ്ങളാണിത്. കഴിഞ്ഞ വർഷം മത്സ്യം പിടിക്കാൻ നടത്തിയവർക്ക് ഇത്തവണയും മത്സ്യം പിടുത്തത്തിന്റെ അവകാശം നൽകാത്തതിലുള്ള വിരോധമാണ് ഉപരോധ സമരത്തിന് പിന്നിലെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മറ്റു പാടശേഖര പടവുകളിൽ ഇത്തരം മത്സ്യപിടുത്തങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ജൂബിലി പാടശേഖരത്തിലേക്ക് മാത്രം പ്രതിഷേധം നടത്തുന്നത് ചിലരുടെ രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് മൂലമാണ്. പാടശേഖര ബണ്ടുകളിൽ ഇത്തരക്കാരുടെ പ്രേരണയോടെ ഗുണ്ട ലഹരി മാഫിയകളുടെ വിലയാട്ടം വർദ്ധിച്ചിരിക്കുന്നതായും ഓരോ പടവുകളുടെ മുൻഭാഗങ്ങളിൽ ഗേറ്റുകൾ സ്ഥാപിക്കുമെന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് പടവ് കമ്മിറ്റി ചേർപ്പ് പോലീസ് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പടവ് പ്രസിഡന്റ് മജീദ് മുത്തുള്ളിയാൽ, സെക്രട്ടറി AK അരവിന്ദാക്ഷൻ, ട്രഷറർ TN ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി വിജ്ഞാന സദസ്സും വായനാ മത്സരവും നടത്തി. KPGD ജില്ലാ ചെയർമാൻ പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷം വരുന്ന സൈനികരെ പഞ്ചാബിലേക്ക് അയച്ചെങ്കിലും ആ പഞ്ചാബിൽ കൂട്ടക്കലുകൾ നിർത്താൻ എൻ്റെ 50,000 വരുന്ന സൈനികർക്ക് കഴിഞ്ഞില്ല. ഗാന്ധിജിക്ക് കഴിഞ്ഞു. അതാണ് ഗാന്ധിജിയുടെ മാസ്മരികമായിട്ടുള്ള കഴിവ് ജനങ്ങൾ ആകർഷരാവുകയും അദ്ദേഹം പറയുന്ന വാചകങ്ങൾ അനുസരിക്കുകയും അഹിംസ ഏറ്റെടുക്കുകയും ഹിംസയിൽ പിന്മാറുകയും ചെയ്തു എന്നത് ജനത്തിന് മുമ്പിൽ ഒരു സത്യമാണ്, ഇന്ത്യക്കാർ അറിയേണ്ട സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഗാന്ധിജിയുടെ ആശയത്തിന് മാത്രമേ നിലനിൽക്കുള്ളൂ.
യുദ്ധം ചെയ്തിരുന്ന 1000 ലക്ഷം കരകൗശല കഴിക്കാൻ യുദ്ധത്തിന്റെ അവസ്ഥ എന്തായാലും നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക J. ജില്ലി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് MS അലക്സി, വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, അധ്യാപകരായ വഹിദ ബാനു, M. പ്രമീള, KB ശ്രീല എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് കാസിം, നിരഞ്ജന, അർഷിത തുടങ്ങിയ വിദ്യാർത്ഥികൾ വായനാ മത്സര വിജയികളായി. വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഗാന്ധി പുസ്തകങ്ങൾ സമ്മാനിച്ചു. KSSPA ചെർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CS മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടോമി പെല്ലിശ്ശേരി, ജില്ലാ കമ്മിറ്റി അംഗം കുര്യാക്കോസ്, മണ്ഡലം പ്രസിഡന്റ് P. രാമചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സന്തോഷ് കുമാർ സെൻ, രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ, രാജഗോപാൽ, പ്രസന്ന കുമാർ, ഉഷ കുമാരൻ എന്നിവർ സംസാരിച്ചു. പാലശ്ശേരി LP സ്കൂളിൽ വായനാ മാസാചരണം സമാപിച്ചു. ജൂൺ 19 വായനാ ദിനത്തിലാണ് വായനാ മാസാചരണത്തിന് തുടക്കമായത്. അക്ഷരദീപം തെളിയിച്ചുകൊണ്ട് ജൂൺ 19 തുടക്കം കുറിച്ച പരിപാടികൾക്ക് ജൂലൈ 18 PN പണിക്കരുടെ ജന്മദിനത്തിന്റെ അന്നാണ് സമാപനമായത്. വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനാ മാസാചരണം സംഘടിപ്പിച്ചത്. മതമൈത്രി വായന, കയ്യക്ഷര മത്സരം, വായനാ മത്സരം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. അധ്യാപകരായ ശരണ്യ, ജാൻസി സെബാസ്റ്റ്യൻ എന്നിവർ കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി. ചടങ്ങിൽ ജാൻസി ടീച്ചർ പുസ്തകങ്ങൾ വിദ്യാലയത്തിലേക്ക് സംഭാവന ചെയ്തു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കവി പരിചയം അവതരിപ്പിക്കുകയും ചെയ്തു. മാതാപിതാക്കളിലെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി അമ്മ വായന എന്ന പരിപാടിയും വ്യത്യസ്തമായി. കവി പരിചയം എന്ന പരിപാടിയിലൂടെ പ്രമുഖ എഴുത്തുകാരെയും അവരുടെ രചനകളെയും പരിചയപ്പെടാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കിയിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ക്ലൻസി ഫ്രാൻസിസ് നേതൃത്വം നൽകി. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. അയ്യന്തോളിലെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. എൽത്തുരുത്ത് സ്വദേശി 24 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രാവിലെ 9:15 അപകടം. കുന്നംകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആബേൽ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. ആബേൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. പിന്നാലെ എത്തിയ കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത്. പ്രവർത്തനക്കാർ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞു. ഇതിനിടെ പോലീസ് സമരക്കാരെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. മേയർ ഇടപെട്ട് റോഡിലെ കുഴികൾ അടിയന്തിരമായി അടയ്ക്കണം, മരിച്ചയാൾക്ക് ധനസഹായം നൽകണം, കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഏറെ നേരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലപ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ MG റോഡിൽ സാമാന്യ രീതിയിലുള്ള അപകടത്തിൽ പൂങ്കുന്നം സ്വദേശിയായ യുവാവ് ദാരുണമായി മരണപ്പെട്ടത്. കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് കോടന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സൗജന്യ കർക്കടക കഞ്ഞി വിതരണം ആരംഭിച്ചു. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് രാജീവ് എടപ്പുള്ളിപ്പറമ്പിൽ, സെക്രട്ടറി രവീന്ദ്രൻ തെക്കൂട്ട്, ട്രഷറർ CV സുധീരൻ, വൈസ് പ്രസിഡന്റ് ലതാ ഗോപി, ജോയിന്റ് സെക്രട്ടറി സജി മുരളീധരൻ, വള്ളി ദേവയാനി, ഭക്തജന സമാജം പ്രസിഡന്റ് ലീല ബാബു, സെക്രട്ടറി പ്രശാന്തി ഷിബു, ട്രഷറർ സുനിത ഹരിദാസ്, വത്സല ശിവരാമൻ എന്നിവർ നേതൃത്വം നൽകി. കർക്കടകം 1 മുതൽ 7 വരെയാണ് സൗജന്യ കഞ്ഞി വിതരണം നടത്തുന്നത്.
നാട്ടിക എൻ്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി സുനിൽ ലാലൂരിന്റെ നേതൃത്വത്തിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന് ധനസഹായം കൈമാറി. വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം 75,000 രൂപയാണ് എൻ്റെ നാട്ടിക എൻ്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി കൈമാറിയത്. എൻ്റെ നാട്ടിക എൻ്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ 2ാം ഓർമ്മ ദിനത്തിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ ധനസഹായം മുൻ MP TN പ്രതാപൻ സാന്ത്വനം ട്രസ്റ്റി MP ഷാജിക്ക് കൈമാറി. ഉമ്മൻചാണ്ടിയുടെ സ്നേഹവും കരുതലും പൊതുസമൂഹം മറന്നിട്ടില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം മാതൃകയാക്കിയാണ് നാട്ടികയിൽ ഇങ്ങനെയൊരു പദ്ധതി സുനിൽ ലാലൂർ നടത്തുന്നതെന്നും TN പ്രതാപൻ പറഞ്ഞു. ഓട്ടിസം ബാധിച്ച വീട്ടിൽ മാത്രം കിടക്കുന്ന കുട്ടികൾക്ക് മാസം തോറും പെൻഷൻ നൽകാനുള്ള സുനിൽ ലാലൂരിന്റെ പുതിയ പദ്ധതിയിലേക്ക് TN പ്രതാപന്റെ പെൻഷൻ തുകയിൽ നിന്നും ഒരു കുട്ടിക്കുള്ള എല്ലാ മാസത്തെയും പെൻഷൻ സുനിൽ ലാലൂരിന് അദ്ദേഹം കൈമാറി. സുനിൽ ലാലൂർ, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, KB രാജീവ്, ഹിരോഷ് ത്രിവേണി, PM സിദ്ദിഖ്, സിദ്ധപ്രസാദ്, MP ഷാജി, VK മോഹനൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഗൗരി ബാബു, ഷമീർ മുഹമ്മദ് അലി, സുധാകരൻ എന്നിവർ സംസാരിച്ചു. പഴവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഔഷധക്കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞ നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തിലും ആയുർവേദ ചികിത്സ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഓടിയെത്തുന്നത് നമ്മുടെ പ്രദേശത്തല്ല, വലപ്പാട് ഇപ്പം മാഷുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്ത് നല്ലൊരു ഹോസ്പിറ്റൽ, ആയുർവേദമായി ബന്ധപ്പെട്ട നല്ലൊരു ഹോസ്പിറ്റൽ, എല്ലാവിധ ചികിത്സയും നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വലപ്പാട് ആയുർവേദ ഹോസ്പിറ്റൽ. അതുപോലെ എല്ലാ മേഖലയിലും അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഈ രംഗത്ത് ചെയ്തു കൊടുക്കേണ്ടതെന്നൊരു ചർച്ചകൾ പല സ്ഥലത്തും നടക്കാറ്. ചിലർക്ക് ബിൽഡിങ് വേണം, ചില ഭാഗങ്ങളൊക്കെ അപകടസ്ഥിതിയിലുണ്ട്, അത് പരിഹരിക്കപ്പെടണം. മരുന്ന് കിട്ടാത്ത സ്ഥലങ്ങളിൽ കൃത്യമായ മരുന്ന് കിട്ടാൻ ആവശ്യമായ നടപടിയൊക്കെ സ്വീകരിക്കണം. അതൊക്കെ ഈ രംഗമായി പലപ്പോഴും അതിൻ്റെ കമ്മിറ്റി കൂടുമ്പോൾ എന്നോട് പറയാറുണ്ട്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം NN ജോഷി, സൊസൈറ്റി പ്രസിഡന്റ് സജിത് പാണ്ഡാരിക്കൽ, ട്രഷറർ EVN പ്രേംദാസ്, സെക്രട്ടറി EP സൈമൺ, ദീപാഞ്ജലി ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ AS ധന്യ എന്നിവർ സംസാരിച്ചു. നാട്ടിലെ വയോധികരായ കലാകാരന്മാർക്ക് ആടാനും പാടാനുമായി ഒരു പാട്ടുവീട്. അരിമ്പൂരിലെ കൂട്ടായ്മയിൽ 50 മുതൽ 84 വയസ്സ് വരെയുള്ളവരാണ് ഇതിൽ അംഗമായുള്ളത്. പ്രദേശവാസിയായ കോണിശ്ശേരി വീട്ടിൽ KC സന്തോഷ് കുമാറിന്റെ വസതിയിലാണ് കലാകാരന്മാർ ഒത്തുചേരുന്നത്. ആട്ടവും പാട്ടുമായി ഉല്ലസിക്കുന്ന ഒരു സംഘം വയോജനങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ വിശ്രമകാലം ഇവിടെ ആനന്ദം കണ്ടെത്തുകയാണ്. 60ഓളം വരുന്ന കലാകാരന്മാരാണ് തങ്ങളുടെ വാസനകളെ പൊടിതട്ടിയെടുക്കുന്നത്. സിനിമാറ്റിക് ഡാൻസ് ആയാലും പ്രായം മറന്നവർ ചുവടുവെക്കും. കഥാപ്രസംഗം, മിമിക്സ്, ചിത്രരചന, കൈകൊട്ടിക്കളി, യോഗ എന്നിവയും ഇവർ ചെയ്തു വരുന്നു. കാഴ്ചപരിമിതിയുള്ള ഹരി തബല കൊട്ടിപ്പാടും. ഹരിയുടെ പാട്ടുകൾ കൂടെയുള്ളവർക്ക് എപ്പോഴും ഊർജ്ജമേകുന്നു. 84കാരനായ ഗംഗാധരൻ ഹാർമോണിയത്തിൽ ഈണമിടും. തബല വായിക്കാൻ മുരളിയും പ്രോത്സാഹനമേകാൻ റിതം പാഡുമായി കലാഭവൻ പ്രതീക്ഷും ഒപ്പമുണ്ടാകും. അരിമ്പൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് പാട്ടുവീട്ടിൽ ഒത്തുകൂടുന്നത്. വീട്ടിലെ ഒറ്റപ്പെടലുകൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും പാട്ടുവീട്ടിലെത്തിയാൽ ശമനമാകും. ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും പാട്ടുവീട്ടിൽ സജീവമായിരിക്കും. ഇടദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനും ആളുകളെത്തും. പുറമേ പല ചടങ്ങുകൾക്കും പാട്ടുവീട്ടിലെ കലാകാരന്മാരുടെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. 1 വർഷം മുൻപ് മറ്റൊരിടത്തായിരുന്നു ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നത്. പിന്നീട് ആ സ്ഥലത്തുനിന്ന് മാറേണ്ട അവസ്ഥയിൽ കൂട്ടായ്മയുടെ സെക്രട്ടറിയായിരുന്ന സന്തോഷ് കുമാറും ഭാര്യ സിമിയും ചേർന്ന് കലാകാരന്മാരായ വയോധികരെ തങ്ങളുടെ വീട്ടിലേക്ക് പാട്ടിന്റെ പാലാഴി തീർക്കാനുള്ള വേദി നൽകി സ്വീകരിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് 60+ മ്യൂസിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിലൂടെ പാടാനുള്ള ആൾക്കാരെ കൂട്ടി പാട്ടുകൾ പാടുകയും അവർക്കൊരു തെറാപ്പി പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ അത് നിർത്തേണ്ടി വന്നു. പിന്നീട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. പരിപാടി ഒക്കെ വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കത് കഴിഞ്ഞ 1 വർഷമായിട്ട് സംഘടനയിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. തൊട്ട് അയൽവാസി ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ഇത്രയും മാനസിക പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ
എന്നെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ സംഘടനയെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ഏറെ ആൾക്കാർ, വയോജനങ്ങൾ, അമ്മമാരും നമ്മുടെ സഹോദരങ്ങൾ, ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെയായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരേണ്ടി വന്നു. എൻ്റെ ഭാര്യയും ഞാനും മാത്രമേ ഇവിടെയുള്ളൂ. മക്കൾ രണ്ടും വിദേശത്താണ്. അന്നു മുതൽ ഈ ഗ്രൂപ്പിന് വേണ്ടി എൻ്റെ വീട് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും അവർ ഉച്ച മുതൽ 2 മണി മുതൽ രാത്രി 9 മണി വരെ ഇവിടെയുണ്ട്. മാത്രമല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രോഗ്രാമുകൾ ഇവിടെ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ രാത്രി ഏറെ വൈകിയും, പ്രത്യേകിച്ച് ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു ഇങ്ങനെയുള്ള വ്യത്യസ്തമായ എല്ലാ പരിപാടികളിലൊക്കെ ഇവിടെ ഒത്തുചേർന്ന് അവർ ആഘോഷിക്കാറുണ്ട്. പാട്ടുവീട്ടിൽ ഞായർ ദിവസങ്ങളിൽ ഉത്സവ പ്രതീതിയാണ്. പരിഭവങ്ങളോ പിണക്കങ്ങളോ ഇല്ല. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിതത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ നെഞ്ചേറ്റി സംതൃപ്തി തേടുകയാണിവർ. കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം. 3 പീടിക സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തി തുറന്ന് ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന താലിമാലയാണ് കവർന്നത്. ഓഫീസ് കുത്തി തുറന്ന് ശ്രീകോവിലിന്റെ പൂട്ടു തകർത്താണ് മോഷണം നടത്തിയത്. ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയും കുത്തി തുറന്നിട്ടുണ്ട്. പുറത്തെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പ് പാത്രങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോടെ മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9170 രൂപ, പവന് 73,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ പഞ്ചായത്ത് പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വൂർ സെന്ററിൽ വാഹനാപകടം. ഒരേ ദിശയിൽ വരികയായിരുന്ന ബൈക്കും സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിജയോത്സവവും അധ്യാപക രക്ഷാകർതൃ വാർഷിക പൊതുയോഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.